എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങളിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് സൂചന. കഷ്ടത്തിലായ കുട്ടികളെ എത്രയും വേഗം അവരവരുടെ നാട്ടിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ആരോഗ്യവകുപ്പ് അധികൃതരും പ്രശ്നത്തിൽ ഇടപെട്ടു. അതേസമയം പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് VM സുധീരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. സമരക്കാരുമായി ചർച്ച നടത്തി. പ്രശ്നം പരിഹരിക്കാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സുധീരൻ പറഞ്ഞു. മാറി മാറി വന്ന സർക്കാരുകൾ എൻഡോസൾഫാൻ ദുരിതബാധിതരെ സഹായിക്കാൻ പലവിധ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അർഹതപ്പെട്ടവരെ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നുമാണ് VM സുധീരൻ ആവശ്യപ്പെട്ടത്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സങ്കടയാത്ര നടത്തി. നിരവധി അമ്മമാരും കുട്ടികളുമാണ് സങ്കട സമരം നടത്തിയത്. സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പ്രക്ഷോഭം ശക്തമാക്കാൻ സമരസമിതി തീരുമാനിച്ചത്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും സമരസമിതി അറിയിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളുമായി അമ്മമാർ നടത്തുന്ന സമരം 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരുമായുള്ള ആദ്യ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം കടുപ്പിക്കാനാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ തീരുമാനം. ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് സങ്കടയാത്ര തുടങ്ങിയത്. കുട്ടികളെ പ്രദർശിപ്പിച്ചുള്ള സമരം അംഗീകരിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ദുരിതബാധിതരുടെ അമ്മമാരുടെ നിലപാട്. അർഹരായ 3547 പേരെയും എൻഡോസൾഫാൻ ഇരകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. സാമൂഹ്യ പ്രവർത്തക ദയാബായ് സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാരത്തിലാണ്. പ്രളയസമയത്ത് മുഖ്യമന്ത്രി കേരളത്തിന്റെ പണം ഉപയോഗിച്ച് അമേരിക്കയിൽ പോയതിനെ ദയാബായ് ഇന്നലെ ഒരു ചാനലിലൂടെ ചോദ്യം ചെയ്തിരുന്നു. അതിലൊരു പണം തങ്ങൾക്ക് നൽകരുതോ എന്നായിരുന്നു ചോദ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതർ കാസർഗോഡ് ഒപ്പുമരച്ചോട്ടിൽ നടത്തുന്ന സമരം 4ാം ദിവസവും തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻഡോസൾഫാൻ സമരസമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ജില്ലയിലും സത്യാഗ്രഹ സമരം നടക്കുന്നത്. ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഒപ്പുമരച്ചുവട്ടിലെ സമരപന്തൽ സന്ദർശിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് സമരസമിതി. ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എൻഡോസൾഫാന്റെ പ്രത്യാഘാതം 3ാം തലമുറയെ വരെ ബാധിച്ചേക്കാമെന്നാണ് ശാസ്ത്രജ്ഞരും പറയുന്നത്. 11 പഞ്ചായത്തുകളിൽ മാത്രമായി പ്രശ്നങ്ങൾ ഒതുങ്ങില്ലെന്നും മുന്നറിയിപ്പ് നൽകുന്നു. എൻഡോസൾഫാൻ ദുരന്തബാധിതരെ കണ്ടെത്താനും പുനരധിവസിപ്പിക്കാനുമുള്ള പദ്ധതി 2040 വരെയെങ്കിലും തുടരണമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഇടയ്ക്ക് മെഡിക്കൽ ക്യാമ്പുകൾ നടത്താതെ വീടുകൾ സന്ദർശിച്ച് ദുരന്തബാധിതരെ കണ്ടെത്താനും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സഹായം എത്തിക്കാനും സ്ഥിരം സംവിധാനം ഉണ്ടാകണമെന്നുമാണ് എൻഡോസൾഫാന്റെ നിരോധനത്തിനായി വർഷങ്ങളോളം പണിപ്പെട്ട ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. 1975 മുതൽ 2005 വരെ കാസർകോട്ടെ 11 പഞ്ചായത്തുകളിൽ തളിച്ച എൻഡോസൾഫാൻ ഏറ്റവും മാരകമായ വിഷപദാർത്ഥമാണ്. ഇത് മനുഷ്യജീനുകളെ ബാധിക്കും, കൂടാതെ തലമുറകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. അതിനാൽ ദുരന്തബാധിതരെ കണ്ടെത്താനുള്ള സർവേയും മെഡിക്കൽ പരിശോധനകളും 2 പതിറ്റാണ്ട് കൂടിയെങ്കിലും തുടരണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. 11 പഞ്ചായത്തുകളിൽ ആകാശമാർഗം തളിച്ച വിഷകീടനാശിനി ഇവയ്ക്ക് പുറത്ത് 3 കിലോമീറ്റർ വരെയെങ്കിലും പടർന്നിട്ടുണ്ടെന്നാണ് പഠനം കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ വെള്ളത്തിലും മണ്ണിലും കൂടി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനും ഇടയുണ്ട്. അതിനാൽ ദുരന്തബാധിതർ 11 പഞ്ചായത്തുകളിൽ മാത്രമാണെന്ന ധാരണ തിരുത്തപ്പെടണമെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.